ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് ഹെവിലി വോളട്ടൈലായിട്ട് തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. മാർക്കറ്റിൽ വളരെ സ്പെക്കുലേറ്റീവായിട്ട് ട്രേഡ് നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. മാർക്കറ്റ് ഇന്ന ഏരിയയിൽ തന്നെ സ്റ്റക്കായി നിൽക്കണമെന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി പേഴ്സണലി എനിക്ക് തോന്നുന്നതാണ്. എന്തായാലും മാർക്കറ്റിൽ മുകളിലേക്ക് കയറി പോകാനുള്ള ഡേറ്റയും കാര്യമായിട്ടില്ല. മാർക്കറ്റ് വീഴാനുള്ള ഡേറ്റാസ് അങ്ങനെ വരുന്നുമുണ്ട്. സോ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് 24,000 ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഫ്രൈഡേ തന്ന സ്വിംഗ് സ്റ്റോക്സിൽ മൺഡേ നോക്കിയിട്ട് എൻട്രി ചെയ്യാൻ പറഞ്ഞിരുന്നു. മൺഡേ ഗ്യാപ്പ് ഡൗണിലായിരുന്നു, ട്യൂസ്ഡേ ഗ്യാപ്പ് ഡൗണിലായിരുന്നു. സോ ലിറ്ററലി ഞാനോ സ്റ്റുഡൻസ് ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തികളും അവിടെ പൊസിഷൻ എടുത്തിട്ടില്ല. നിങ്ങൾക്കും അവിടെ ഒരു എൻട്രി ട്രിഗർ ചെയ്തില്ല എന്ന് എനിക്ക് ഡാം ഷുവർ ഉണ്ട്. ഞാൻ ഇന്നലെയും അലേർട്ട് പറഞ്ഞിരുന്നു. മൺഡേ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലും മെസ്സേജ് തന്നിരുന്നു. അതിൽ കുറച്ചെങ്കിലും വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് 2 സ്റ്റോക്സ് ഇപ്പോഴും ഉണ്ട്. ബാക്കിയുള്ളത് ഞാൻ നോക്കിയില്ല കേട്ടോ. എന്നാലും നമ്മുടെ 2-3 ക്രൈറ്റീരിയസ് ഉണ്ടായിരുന്നു. എൻട്രി ക്രൈറ്റീരിയ നിഫ്റ്റി 24,240 മേളിലായിരിക്കണം എന്നുള്ളത്. അല്ലാണ്ട് അതിനുള്ളിൽ ഏറ്റവും മെയിനായിട്ട് പറഞ്ഞിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ICICI ബാങ്ക്, രണ്ടാമത്തെ SBI, പിന്നെ ടൈറ്റൻ പോലുള്ള ഏതോ ഒരു സ്റ്റോക്ക് ഞാൻ പിന്നീട് സെക്കൻഡ് ഹാഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ 1-2 സ്റ്റോക്സ് ഇപ്പോൾ സെറ്റായി വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ക്രൈറ്റീരിയ അവിടെ മീറ്റ് ചെയ്യുന്നില്ല. നിഫ്റ്റി 24,240 മേളിൽ നിൽക്കണം എന്നുള്ളത്. സ്റ്റോക്കിനുള്ളിൽ സ്റ്റിൽ ബുള്ളിഷ്നെസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക. പേഴ്സണലി ഞാൻ ഇതുവരെ അതിനുള്ളിൽ ആഡ് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ബിക്കോസ് ആ ഫസ്റ്റ് ക്രൈറ്റീരിയ ഇതുവരെ ഹാപ്പൻ ചെയ്തില്ല. അപ്പോൾ അത് മാത്രമല്ല, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ അവിടെ ആദ്യം ഞങ്ങൾ പോവുക പുട്ട് ഓപ്ഷൻ്റെ പിന്നാലെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ കിട്ടുന്ന പ്രോഫിറ്റ്, സ്വിംഗ് ട്രേഡിങ്ങിൽ ഈ ഒരു പൊസിഷൻ എടുക്കുന്ന പ്രോഫിറ്റിൻ്റെ വലിയൊരു പെർസെൻറ്റേജ്, വലിയൊരു മൂവ് നമുക്കവിടെ PE സൈഡിൽ കിട്ടുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു പൊസിഷനായിരിക്കും നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അത് ട്രേഡിങ് അറിയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ഞാൻ അവിടെ പറയുന്നത്. ഒരു ബിഗിനർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ജസ്റ്റ് വെയിറ്റ് ഫോർ എ മൊമെൻറ്റ്, റൈറ്റ് മൊമെൻറ്റ് കിട്ടുക എന്നുള്ളതാണ്. മാർക്കറ്റ് തിരിച്ച് വരട്ടെ. ഒരു മാസം, ചിലപ്പോൾ 2 മാസമൊക്കെ ക്യാപിറ്റൽ കയ്യിൽ ഹോൾഡായി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമുള്ളൊരു പരിപാടിയല്ല. ഒരു മാസം കിട്ടിയാൽ മതി മാർക്കറ്റ് തിരിച്ച് നമ്മുടെ FD റിട്ടേണിനോ ഇല്ലെങ്കിൽ ഒരു 10-15% റിട്ടേൺ കിട്ടാനൊക്കെ ആയിട്ട്. സോ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയാൻ പറ്റുക. അടുത്ത് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലെ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ക്രൂഡ് ഓയിൽ 90ക്ക് മുകളിൽ പോയി, 100ന് മുകളിൽ പോയാൽ മാർക്കറ്റിനെ ഡെഫിനറ്റ്ലി അത് വലിച്ച് താഴെ ഇടും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡേറ്റ തന്നെയാണ്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി അവിടെ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് അത് 68 പോയിരുന്നു. 68-70 നിന്ന് ക്രൂഡ് ഓയിൽ തിരിച്ച് പതുക്കെ 70, 75, 80, 88 ആയിട്ട് നിന്നു. ഇന്ന് നോക്കുമ്പോൾ 90ക്ക് മേളിലാണ്. സോ അതൊരു വലിയൊരു നെഗറ്റിവിറ്റി തന്നെയാണ്. 100ന് മേളിലെങ്ങാനും പോയാൽ അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള ഡേറ്റ. ഓക്കെ, അടുത്ത് മാർക്കറ്റ് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. മാർക്കറ്റ് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി, പറ്റുന്നുണ്ടായില്ല. ഇപ്പോൾ മാർക്കറ്റ് ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. മാർക്കറ്റിന് തന്നെ അറിയില്ല എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുള്ളിൽ വെറുതെ പോയി ട്രാപ്പ് ആകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫ്ലാഗ് വെച്ചിരുന്നു, ഫ്ലാഗ് കയറി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് വീണ്ടും മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവന്നിട്ടാണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും പറയാനുള്ള ലെവൽസ് സെയിം തന്നെയാണ്. 24,240 എന്നുള്ള ലെവലിന് മേളിൽ സ്ട്രോങ് ക്ലോസിങ് കിട്ടാണ്ട് നമുക്കൊരു നല്ലൊരു ട്രേഡോ നല്ലൊരു മാർക്കറ്റ് ബുള്ളിഷ്നെസ്സോ വരാൻ സാധ്യതയില്ല. ബയേഴ്സ് ഇന്നലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത 24,100 റേഞ്ചിലാണ്. അതായത് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് ലിറ്ററലി ഓപ്പണിംഗ് നിയർ ദിസ് ലൈൻ. ഓക്കെ, ഈ ലൈൻ 120യുടെ തൊട്ടടുത്തുള്ള ലൈനിലാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇന്ന് 24,100 എന്നുള്ളൊരു സപ്പോർട്ട് ഏരിയ തന്നെയാണ്. എന്നാൽ ഏറ്റവും സേഫർ എന്ന് പറയുന്നത് ഈ 24,080 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 24,000ലേക്ക് പോകും. 24,000ലേക്ക് പോവുക എന്നുള്ള, ഇല്ലെങ്കിൽ 24,40ലേക്ക് ഇത് ഈ ഓപ്പൺ ചെയ്യുന്ന ലെവലിൽ നിന്ന് 24,040 ഓർ 24,000 റേഞ്ചിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 920 റേഞ്ചിലേക്കോ 800 റേഞ്ചിലേക്കോ ഇത് താഴേക്ക് പോകാനുള്ള ലെവലുണ്ട്. ഇപ്പോൾ കാണുന്നതിൽ ഒരു നെഗറ്റിവിറ്റി കാരണമാണ് ഞാൻ ആദ്യമേ ഡൗൺ സൈഡിലേക്കുള്ള ഒരു
ട്രേഡിംഗ് ഐഡിയ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത്. സോ ഇതാണ് മാർക്കറ്റിൻ്റെ ഫസ്റ്റ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യുക, സെക്കൻഡ് മൂവ് ആൻഡ് തേർഡ് മൂവ്. മാർക്കറ്റ് ഈ തേർഡ് മൂവ് ഒരുമിച്ചായിരിക്കണം എന്നില്ല. മാർക്കറ്റ് കുറേ നേരം ഈ ഒരു സ്ഥലത്ത് നിൽക്കാം, ചിലപ്പോൾ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഒരു സ്ഥലം തന്നെ മാക്സിമം ചൂസ് ചെയ്തേക്കാം. 24,180 ടു ഐ തിങ്ക് അറൗണ്ട് 160 തന്നെ ഉണ്ട്. ഈ ഒരു ലെവൽ ഞാനൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ തന്നെ 160 റേഞ്ചിൽ തന്നെ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ 100 to 160 വരെ ഇത് മാക്സിമം 180 നിൽക്കാം. അതിനുശേഷം പിന്നെ അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 240 വരെ കയറി പോകാം. 240 to 350 വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. 350 നമ്മുടെ ഗ്രൂപ്പിൽ സ്ഥിരം ഞാൻ പറയുന്ന രണ്ടാമത്തെ നമ്പറാണല്ലേ 350 എന്ന് പറയുന്നത്. 350 പോയിട്ട് തിരിച്ച് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 440. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതേ ഇല്ല 440നെ കുറിച്ചിട്ട്. സോ 350 പോലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഒന്ന് സമാധാനത്തിൽ നിന്നാൽ പോലും മതി. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന 100ൽ നിന്ന് ഓക്കെ. അപ്പോൾ ആദ്യം പറയാനുള്ളത് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന 100ന് തൊട്ടടുത്താണ്. അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് താഴേക്കാണ് എന്നുണ്ടെങ്കിൽ 24,040 to 24,000 ആയിരിക്കും ആദ്യത്തെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സപ്പോർട്ട് ഏരിയ 920 ആയിരിക്കാം. 920 to 880 ആണ് രണ്ടാമത്തെ സപ്പോർട്ട് ഏരിയ. മൂന്നാമത്തെ 800 റേഞ്ചാണ്. 760 to 800 ആണ് അടുത്ത സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 24,100ഉം 24,160 to 180, 180 to 240 ആണ്. എന്നാൽ 160ൽ കുറച്ച് ദിവസമായിട്ട് ഒരു സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെവൽ ഷിഫ്റ്റ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ടോയെന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ 24,160 ഓർ 180 ആദ്യം ആലോചിക്കാം. അതിനുശേഷം 240 to 350 മാക്സിമം ആണ്. ഞാൻ ഈ 3 ലെവൽസാണ് അവിടെ പറയുക. സോ ഇതാണ് എൻ്റെ ഡേ അനാലിസിസ് എന്ന് പറയുക. അത്യാവശ്യം 2-3 ദിവസമായിട്ട് നല്ല ട്രേഡ്സിലാണ്. സോ ഇന്നൊരു ദിവസം മോസ്റ്റ്ലി ഒരു നോ ട്രേഡിംഗ് ഡേ ആവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ചിലപ്പോൾ ട്രേഡ് ആയിരിക്കണം, ഇല്ല ചെയ്യുക. നാളെ വീണ്ടും അടുത്ത എക്സ്പയറി ആണ്. അപ്പോൾ ഇന്നലത്തെ എക്സ്പയറി അത്യാവശ്യം നല്ല പ്രോഫിറ്റിലായിരുന്നു. വീഡിയോയും ഷെയർ ചെയ്തിരുന്നു. ഇന്നലെ ലോസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് അറൗണ്ട് 3.5K ലോസ് 2 ട്രേഡ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ മൂന്നാമത്തെ ട്രേഡിനും വീണ്ടും അതേ ഒരു 1.5K SL കീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ കയറുന്നത്. അതിന് 2Kയിലേക്ക് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. നിങ്ങൾ വീഡിയോ കാണുക. ആക്ച്വലി പ്രോഫിറ്റിനെ കുറിച്ചിട്ടല്ല അവിടെ പറയുന്നത്. ഓരോ ട്രേഡിനെയും എങ്ങനെ മാനേജ് ചെയ്തു, അതിന് എത്ര SL കീപ്പ് ചെയ്തു എന്നുള്ളത് ഏതൊരു ബിഗിനറും പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിലെ ലോജിക്ക് പഠിക്കുക എന്നുള്ളതാണ്. എത്ര പ്രോഫിറ്റ് എടുക്കുന്നു എന്നുള്ളത് ഒരു ക്ലിക്ക് ബൈറ്റ് ആയിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസിനുള്ളിൽ ഒരു ക്ലിക്ക് ബൈറ്റ് ആയിട്ടാണ് പ്രോഫിറ്റ് കാണിക്കുക. സോ ഞാൻ അവിടെ പ്രോഫിറ്റ് അല്ല ഞാൻ കാണിച്ചിരിക്കുന്നത്, നെഗറ്റീവ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ക്ലിക്ക് ബൈറ്റ് കണ്ടിട്ട് ആരും വരണ്ട, പ്രോഫിറ്റ് കണ്ടിട്ട് ആരും വരണ്ട. ഈ പ്രോഫിറ്റ് കോപ്പി ചെയ്യണമെങ്കിൽ 3 to 4 years ഓഫ് എക്സ്പീരിയൻസ് മിനിമം വേണം എന്നുള്ളത്, അതും ക്വാളിറ്റി ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് 80% ആൾക്കാർക്ക് ഓപ്ഷൻ ബൈയിങ് സെറ്റാവുന്ന ഒരു പരിപാടിയല്ല. ബിക്കോസ് അതിനകത്ത് ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. എല്ലാം പറഞ്ഞ് ഈ ഒരു വീഡിയോ നീട്ടുന്നില്ല, എങ്കിലും ഇത്രയും പറയണം എന്നുണ്ടായിരുന്നു. സോ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ആ സ്കില്ല് ഒരിക്കലും ഒരു ഞാൻ പോയി ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഗ്യാംബ്ലിങ് അവിടെ ഇല്ല. പ്രോപ്പറായിട്ട് നോളജ് ഗ്യാദർ ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്യുക, അതിൽ മാക്സിമം ലോസ് കട്ട് ചെയ്യുക എന്നുള്ളത് ചെയ്ത് വരുന്നതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അല്ലാണ്ട് അതിനകത്ത് വേറെ റോക്കറ്റ് സയൻസോ ഇല്ല, ടഫായിട്ടുള്ള കാര്യവുമല്ല, എന്നാൽ അത് എളുപ്പമുള്ള ഒരു പരിപാടിയും അല്ല. ശ്രദ്ധിക്കുക. ഒരു പ്രോഫിറ്റ് വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരുപാട് മെൻ്റൽ സ്ട്രഗിൾസ്, ഒരുപാട് കാൽക്കുലേഷൻസ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ബ്രെയിനിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ വെറുതെ പോയി ഒരു പുട്ട് ഓപ്ഷൻ ഒരു കോൾ ഓപ്ഷൻ എടുക്കുന്നതല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് ഗ്യാംബ്ലിംഗ് എന്നാണ്. അപ്പോൾ പ്രോപ്പർ അനാലിസിസിലൂടെ ഒരു എൻട്രി എടുക്കുക, ആ എൻട്രിക്ക് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് മെസ്സേജിൽ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ്. സോ ആ അനാലിസിസ് സ്കില്ല് പഠിക്കാനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രമിക്കാനുള്ളത്, കാശുണ്ടാക്കാനല്ല. സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഓരോ ദിവസങ്ങളിലെ അവസരങ്ങൾ വരും, അവസരങ്ങളെ കാശായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് അവിടെ പറയുക. ഓക്കെ, എല്ലാ മണി മാറ്റേഴ്സ് എന്നുള്ള ഒരു പരിപാടിയിലേക്ക് പോകരുത്. സ്കിൽ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കണം അവിടെ കൊണ്ടുപോകാനുള്ളത്. സോ അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇന്നലെ ഒരുപാട്
ഒരുപാട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനുള്ളിലും ടെലിഗ്രാം ഗ്രൂപ്പിനുള്ളിലും കുറേ ചർച്ചകൾ നടന്നു. ഒരു ട്രേഡിനെ കുറിച്ചിട്ട്, ഒരു SLനെ കുറിച്ചിട്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അവിടെ ഒരു ചാറ്റ് നടന്നിട്ടുണ്ട്, അവിടെ കുറച്ച് ഓഡിയോ ചാറ്റ്സ് നടന്നിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ ബെറ്റർമെൻറ്റിന് യൂസ് ആവും. ലിങ്കിലില്ലാത്തവർ ദയവായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.